മോട്ടർ അടിക്കാനാണെങ്കിൽ കറണ്ടും ഇല്ല, ടാങ്കിലാണെങ്കിൽ തുള്ളി വെള്ളവും ഇല്ല. ആ എന്റെ മാള് പോയിട്ട് 4 കുടം വെള്ളം കോരിക്ക. ഒരു ഗ്ലാസ് ചായ തിളപ്പിക്കാൻ പോലും അടുക്കളയിൽ വെള്ളമില്ല. ഉമ്മാക്ക് അപ്പുറത്ത് വിറക് ഉണക്കാനുള്ളതുകൊണ്ടാ. ചെല്ല്. അയലൊക്കത്ത് കിടക്കണം ഞാൻ അറിഞ്ഞിട്ടും ഒരു പെരയെ കയ്യാണ് നിങ്ങൾ ഇക്കാര്യം അറിഞ്ഞില്ലാന്ന് പറഞ്ഞ അത് അതിശയം തന്നെയാണേ. മുനീറാനെ കൂടെ കൊണ്ടുപോവാനുള്ള വിസയും ടിക്കറ്റും വരെ അൻവർ ശരിയാക്കിന്ന ഓൾ എന്നോട് പറഞ്ഞത്. എന്നിട്ട് പേര് ദുബായിന്നാ. അതൊന്നും ശരിയാവൂല കുട്ടിയെ. അവിടെ ഇവിടത്തെക്കാളും നല്ല ഡോക്ടർമാരുണ്ടോലും. പെറ്റാ മാത്രം പോരല്ലോ, പെറ്റ പെണ്ണിന് വേണ്ട രച്ചയും കുളിയൊക്കെ നടത്തി കൊടുക്കണ്ടേ? അതിന് പെരയിലെ ഉമ്മമാരെന്നെ വേണം. അല്ല അച്ഛാ, പെറ്റ പെണ്ണിന്റെ തടി തരാറായി പോവൂലേ? അത് ഓൽക്കുമ്പാടെ തോന്നണ്ടേ? നേര് പറയാലോ, അൻവറിനും മുനീറാക്കും നിങ്ങളിപ്പോ വലിയ ശത്രുക്കളാ. മുനീറ, മുനീറ. ഓള് കിണറ്റും കരയിലാ. എന്തേ? മുനീറ, അന്റെ പാസ്പോർട്ടിന് വേണ്ടി പൂരിപ്പിച്ച വെച്ച ഫോർം. മുനീറ, ഈ എന്ത് പണിയായി കാട്ടണേ? വീണ് വല്ലവും പറ്റിയിരുന്നെങ്കിലോ? അനക്കിതിന്റെ വല്ല കാര്യമുണ്ടോ? ഞാൻ എന്ത് ചെയ്യാനാ? ഉമ്മ പറഞ്ഞ കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഉമ്മ പറഞ്ഞു. ഇവിടുത്തെ എല്ലാ പണിയും കൂടെ ഓൽക്കൊറ്റയ്ക്ക് ചെയ്യാൻ കഴിയൂലെന്ന് പറഞ്ഞു. ഓ, അപ്പൊ കരുതി കൂട്ടി ദേഷ്യം തീർക്കല്ലേ? എന്നിട്ട് ഉമ്മ എവിടെ? ഉമ്മ മുമ്പാരത്ത് വിറകൊണക്കുക. ഇനി നിങ്ങള് ചോദിക്കാനൊന്നും പോണ്ട. 4 കുടം വെള്ളല്ലേ, ഞാനത് കോരിക്കൊണ്ട് വെച്ചോളാം. എന്നിട്ട് എന്തെങ്കിലും പറ്റിയാലോ? ഓലിക്കൊന്നും നഷ്ടപ്പെടാനില്ല, നഷ്ടപ്പെടണേ ഞമ്മക്ക. അല്ലാണ്ട് ഞാൻ എന്താ ചെയ്യാണ്ടിരുന്ന കുത്തുവാക്കള് പറയൂ. ഇതിന്റെ പേരില് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാ ഇതിന്റെ പേരിൽ നിങ്ങളില്ലാത്തപ്പോ എന്നോട് പോരടിക്കും. അതുകൊണ്ട് വേണ്ട. ഈ മിണ്ടായിരിക്ക്. ഉമ്മാനോട് ഞാൻ വഴക്കിടാനൊന്നും പോണില്ല. ഉമ്മാക്ക് ഒറ്റക്ക് പണിയെടുക്കാൻ വയ്യാച്ചാല് ഒരു പണിക്കാരനെ വെക്കണ കാര്യം പറയാനാ. അതിന്റെ പേരിൽ എന്നെ ആരാ അവിടുന്ന് പോരടിച്ച് പുറത്താക്കണമെന്ന് എനിക്കൊന്നറിയണം. ഇക്ക തിരിയണില്ല. ഈ കുട്ടികൾ എന്തിനാ ഉപ്പാന്റെ ഉമ്മാന്റെ കുറ്റെങ്ങനെ പാടി നടക്കണെന്ന്. നിങ്ങളെ മുനീറാന്റെ ഗർഭത്സിപ്പിക്കാൻ വേണ്ടി കർമൂസ് പേരിലാക്കി കൊടുത്തോലും. അത് ഞാൻ അൻവറിന്റെ ഉപ്പ പൂരി പറഞ്ഞപ്പോ ഉണ്ടാക്കിയതല്ലേ. ഓളോട് തിന്നാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഓളിങ്ങനെ പറഞ്ഞുണ്ടാക്കല്ലേ. നിന്നോട് പറയുമ്പോ അതിനുള്ള മറുപടി ഞാനും നല്ലോണം പറഞ്ഞു കൊടുക്കലുണ്ട്. പുന്നാര മോളെ, അന്റെ അമ്മൂസിന്റെ അമ്മായിയമ്മന്റെ സ്നേഹം അറിയാത്തോണ്ടാ ഈ എങ്ങനെ സൗദാരിക്കണത്. അപ്പൊ പിന്നെ ഒറ്റ ചാടിക്കടിയാ. നിങ്ങളും ആ ബെടക്ക് തന്തന്റെയും തള്ളന്റെയും സൈഡാന്നും പറഞ്ഞ്. അൻവർ വരുന്നുണ്ട്. വന്നോട്ടെ, ഓനെന്താ ആളെ തിന്നാളുക? അൻവറെ, എന്റെ മോൻ ലീവ് പിന്നെ നീട്ടിയില്ലേ? ഇനി എന്നാ പോണ്? ഉമ്മ, ഈ പുരയിൽ ഒരുപാട് പണികളുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നാളെ മുതൽ നമുക്കൊരു പണിക്കാരത്തിനെ വെക്കാം. അതിപ്പോ എന്തിനാ ഒരു പണിക്കാരത്തി? ഇവിടുത്തെ പണിയൊക്കെ ഞാനും എന്റെ പെണ്ണുമ്പാടല്ലേ ചെയ്യണത്. അത് ഇനി പറ്റൂല. അതുകൊണ്ടാ. എന്ത് ഉമ്മഞ്ഞ് പണിയെടുക്കണ്ടാന്നാ? കണ്ടോടി ബൈക്കുട്ടിയെ, എന്റെ മോന്റെ ഒരു സ്നേഹം. ഉമ്മ കളിയാക്കൊന്നും വേണ്ട. ഉമ്മാക്ക് പണിയെടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോളിയും. പക്ഷെ മുനീറാനെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റൂല. അതെന്തേ? മുനീറാന്റെ മേത്ത് പണിയെടുത്താ ഊരിപ്പോണ എന്തേലും ഉണ്ടാ? ഉമ്മ വെറുതെ പൊട്ടം കളിക്കണ്ട. ഓക്കിപ്പോ പണിയെടുക്കാനൊന്നും പറ്റാത്ത സമയമാണെന്ന് ഉമ്മാക്ക് നല്ലോണം അറിയാം. എന്തെങ്കിലും പറ്റിയാലേ ഇങ്ങക്കൊന്നും അതൊരു വിഷയമല്ലായിരിക്കും. പക്ഷെ എനിക്കത് അങ്ങനെയല്ല. എന്തേ? കുറച്ച് പണിയെടുക്കുമ്പോഴേക്കും ഉരുകിപ്പോണ ഐസും കട്ടേ അവളുടെ പള്ളേല്. ഉമ്മ അനാവശ്യം പറയരുത്. ഞാനൊന്ന് പെറ്റതാണ് മാനെ, പക്ഷെ പെറ്റത് ഒരു പെങ്കൂസനായി എന്ന് മാത്രം. കെട്ടിയ പെണ്ണിനെയും ഓളെ വയറ്റിൽ കിടക്കണ കുട്ടിനെയും സ്നേഹിച്ചതിന്റെ പേരില് ഞാനൊരു പെങ്കൂസനായി പോയിച്ചാ ഞാനതാണ് സഹിച്ച്. പക്ഷെ എന്റെ പെണ്ണിനെ നിങ്ങളെ പണിക്കാരത്തിയായിട്ട് നിർത്താനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. അതുപോലെ എന്റെ കുട്ടിനെല്ലാരെയാക്കാളേ നിങ്ങളെ പൂതി നടക്കൂല. എന്താണ്ടാ നയഞ്ചി പറഞ്ഞത്? എന്റെ കുട്ടീനെ ഞാൻ ഇല്ലാണ്ടാക്കാൻ നോക്കിന്നാ? ഉള്ളുകള്ളി പുറത്തായപ്പോ
ഇങ്ങക്കിപ്പൊ നല്ലോം പൊള്ളണുണ്ടല്ലേ? എന്താടാ അത്? എന്താണ്ടായേ? എന്താണ്ടായേ? തിന്നാനും കുടിക്കാനും പിന്നെ എന്തൊക്കെ വേണ്ടെന്ന് വെച്ചാ ഒക്കെ ഞാൻ തരുന്നില്ലേ? പിന്നെ എന്ത് നക്കാപ്പിച്ചക്കും വേണ്ടിട്ട് നിങ്ങളൊക്കെ ഈ കളി കളിക്കണേ? അൻപുട്ടി, ഇത് ഞങ്ങൾക്കൊന്നും തന്നില്ലെങ്കിലും വേണ്ടില്ല. പക്ഷെ തരത് പിച്ചാന്ന് മാത്രം പറയരുത്. ഈ പറയണതൊന്നും ഓനല്ല എന്റെ പൊന്നാരെ. ഓന്റെ പെണ്ണ് ഓതി കൊടുക്കണത് ഓൻ പാടണതാ. ഇപ്പൊ അതിന്റെ കുറ്റം ഓക്കായി. ഓളെ പറഞ്ഞ എനക്ക് പിടിക്കൂലല്ലേ? ആ പിടിക്കൂല. നിങ്ങളെ മാപ്പിളിനെ പറ്റി പറഞ്ഞാ ഇങ്ങക്ക് പൊള്ളൂലേ? അതേപോലെ എന്റെ പെണ്ണിനെ പറ്റി പറഞ്ഞാ എനിക്കും പൊള്ളും. നിങ്ങൾ ഇങ്ങോട്ട് പോരി. നിങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവും. പിന്നെ അനുഭവിക്കേണ്ട മുഴുവൻ ഞാനാ. ഈ മുണ്ടാക്ക് അന്നവിടെ ഒരുത്തനും ഒന്നും ചെയ്യാൻ പോണില്ല. എന്താണ്ട് ഈ അനുഭവിച്ചിട്ടുള്ളത്? ഇവനില്ലാത്തപ്പോ ഞങ്ങൾ എന്താടി എന്നെ ചെയ്തത്? ആമിന തങ്ങളൊന്നും മിണ്ടാണ്ടിരാൻ. നോക്കി, നീ ഇതും പറഞ്ഞ് ഇവളെ മെക്കിട്ടെങ്ങാനും കേറാൻ നിന്നാലെന്താടാ? ചുമ്മാനെ തല്ലിയോ? പറയടാ, ചുമ്മാനെ തല്ലിയോടെ നായി. ആമിനുട്ടി, എനിക്കൊരു അക്ഷരമുണ്ട്. അൻപുട്ടി, എൻ്റെ ഉമ്മ പൊട്ടബുദ്ധിക്ക് ഓരോന്ന് പറഞ്ഞതാ. നിജു എന്റെ പെണ്ണും പറഞ്ഞതിന്റെ അപ്പുറമൊന്നും ഞങ്ങൾ ചെയ്യൂല. ഈ വേറെ എന്ത് ഉറപ്പാണ് ഞങ്ങൾ തരേണ്ടത്? വേറൊന്നും വേണ്ട. ഇങ്ങള് രണ്ടാളും ഇങ്ങളെ പാട് നോക്കി ജീവിക്ക. മേലില് ഞങ്ങളെ ജീവിതത്തിൽ കയറി ചൊറിയാൻ വരാതിരിക്കുക. ആ ആരുടെ ജീവിതത്തിലും ഒരു ചൊറിച്ചിലുണ്ടാക്കാണ്ടല്ലേ നമ്മളിപ്പോ ഇവിടെ കഴിയണത്? പിന്നെ എന്തിനാ പടച്ചോൻ വീണ്ടും? സൂപ്രണ്ടിനോടും അബോക്കറിനോടും പറയണം, നമ്മുടെ ജീവിതത്തിൽ ചൊറിച്ചിലുണ്ടാക്കാൻ വേണ്ടി ഓനോട് ഇനി വിളിക്കരുത് എന്ന് പറയാം. അത് ശരി. അപ്പൊ രണ്ടാളും ഇതുവരെ ഉറങ്ങിയില്ലേ? ഞങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ അങ്ങനെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞത് മതി. ഉറക്കൊളച്ചാ പ്രഷർ കൂടുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. രണ്ടാളും പോയി കിടക്കി. വല്യമ്മ പോയി കിടക്ക്. വല്യമ്മ പോയി. വല്യപ്പ വലിയപ്പ പോയി 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 കിടന്ന് ഉറന്ന് ഇതാ പോയി ചോദിച്ചാൽ മതി. ഇതാ കറങ്ങി. ഏയ്, ഈ പെണ്ണ് എപ്പോഴും കളിയിൽ കച്ചറാണല്ലോ. കള്ളക്കളി കളിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. ഇട്ടിച്ചിരി കൊണ്ട മോളെ. 1 2 3 5. എന്താ നടത്ത മത്സരം? ഫസ്റ്റ് ഇട്ടിച്ചിരി കലക്കി ആ കക്ക് ഇങ്ങോട്ട് തന്നാട്ടെ. ചക്കര സായിപ്പേ, എങ്ങോട്ടൊന്ന് വന്ന ചക്കരെ. ഈ ഇട്ടിച്ചിരിന്റെ കളി ഇങ്ങള് കളിച്ചാ മതി. അങ്ങോട്ട് നടക്കാനുള്ളേ അടുക്കളയിൽ ഒരുപാട് പണിയുള്ളതാണ്. എന്നിവിടെ മേട്ടനില്ലാത്തോണ്ട് കളിക്കാൻ നിങ്ങള്. കക്ക് കളിക്കാനല്ല, അടുക്കള പണിക്ക് എന്നെ നിങ്ങളിവിടെ നിർത്തിക്കണത്. മനസ്സിലായ? ഈ ഒരു കളി കളിച്ചോട്ടെ അതിർമാമ. ഇട്ടിച്ചിരിയമ്മ ജയിക്കാൻ പോണ കളിയാ തന്നെ. ഈ കളിയില് ജയിച്ച് മെഡൽ വാങ്ങാൻ നിന്നാലേ അടുക്കളയില് ചോറ് ആവൂല. ഇട്ടിച്ചിരിയേ, ഈ കുട്ടികള് കളിച്ച് ചിരിച്ച് കൊയങ്ങി വരുമ്പോള് ഓൾക്ക് തിന്നാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണ്ടേ? അതോട് മാമാന്റെ കുട്ടി വാ. ഇപ്പൊ ഫസ്റ്റായി, നന്നായി. ഇട്ടിച്ചിരി പോയി കിട്ടിയില്ലേ? ഇനി കളിയിൽ ഞാനേ ജയിക്കുള്ളൂ. കക്കുണ്ട. Stupid! പറ്റിച്ച്. What nonsense you doing? Next play is mine. My own. Yes. Yes. No. Yes. No. My God. ആട്ടെ കിടക്കുന്നു. What a bloody game. Yes. പാർച്ചിൽ ഇംഗ്ലീഷിലാണെങ്കിലും കളി മലയാളത്തിലാ. പിടിച്ചോടി. പാത്തുട്ടി, മര്യാദക്കാണ്ട് കളിക്ക്. പാത്തുട്ടി. തെറ്റരുത് കേട്ടോ. തേനാണെങ്കിലും അതിനിങ്ങനെ കൊല്ലണോ? അതും നമ്മളെപ്പോലൊരു മനുഷ്യജീവി അല്ലേ? നിന്റെ തലയിലത്തെ പേന അഞ്ച് അമ്മായി കൂട്ടുകളാണ്ട. നിന്റെ തൊള്ളയിലിരിക്കണ കേക്കണ്ട. പോയിക്കോലെ അവിടുന്ന്. അവരാണ് ഞാനും കളിക്കാണ്ട്. അതാണല്ലേ അങ്ങനെ ഒന്നും നോക്കാതെ ഞാൻ അങ്ങനെ കൊന്നു തള്ളിയല്ലേ അയ്മുട്ടിക്ക. ഒരു ദിവസം യുദ്ധം ചെയ്ത് ഞങ്ങൾ കറാച്ചിയുടെ തൊട്ടടുത്തുള്ള മുക്കിലെ പിടിക എന്നുള്ള സെന്ററിൽ ഓരിങ്ങനെ തോറ്റ് പിന്നോക്കം പയ്യല്ലേ. അപ്പോഴാണ് ഞാൻ കാണുന്നത് ഒരു പാകിസ്ഥാൻ പട്ടാളക്കാരൻ അവിടെ നിൽക്കുന്നത്. ആ പാകിസ്ഥാൻകാരന്റെ ചങ്കിന് നേരെ ഞാൻ ഇങ്ങനെ തോക്കും ചൂടി നിന്നപ്പോ ഒരൊറ്റ വീഴ്ചയാണ് എന്റെ കാലിലേക്ക് ഇതുപോലെ. എന്നിട്ട് ഒരൊറ്റ പറച്ചിലാണ്, അരേ മുസ്തഫാക്കോ, നിങ്ങൾ നമ്മളെ കൊന്ന എന്റെ 2 മക്കളും 4 വീടന്മാരും അനാഥരായി പോകും. എന്നാ പിന്നെ ഓടാ ഉല്ലൂക്കാപ്പട്ട എന്ന് ഞാൻ
ഈ യാസാലെ ഉല്ലുക്കപ്പാട്ടാണ് അർത്ഥം അറിയാവോ മലയാളത്തിൽ? അത് നമുക്ക് ചോറ് കഴിച്ച് പറഞ്ഞാ പോരെ മുത്താക്ക. യുദ്ധക്കഥ കേട്ടിട്ട് നിങ്ങൾ ബേജാറാകുന്നുണ്ടല്ലേ? എന്ത് ശരി, നമുക്ക് യുദ്ധം വിടാം. യുദ്ധം പോലെ തന്നെ എനിക്ക് ഹരമുള്ള ഒന്നായിരുന്നു ഗസലി. നൈറ്റ് ഡ്യൂട്ടി ഇല്ലാത്ത സമയം എന്നും കൃത്യം 5:30 മണിക്ക് ഞാൻ യുദ്ധം നിർത്തും. പിന്നെ ഞാൻ കയ്യും കാലൊക്കെ തേച്ച് കഴുകും. കയ്യിലും കാലൊക്കെ ശത്രുക്കളുടെ രക്തവും മലവും മൂത്രമൊക്കെ പറ്റി പിടിച്ചിരിക്കുവേ, അതൊക്കെ അങ്ങോട്ട് കഴിക്കളയും. എന്നിട്ട് ഞാനും പത്മലോചനൻ നമ്പ്യാരെന്നും പറഞ്ഞൊരു സർദാർജി ഉണ്ടായിരുന്നു. ഈ പത്മലോചനൻ നമ്പ്യാരുമായിട്ട് കൃത്യം 5:30 മണിക്ക് ഗസലി കേൾക്കാൻ പോകും. അല്ല, അത് നമുക്ക് ഉച്ചക്ക് ചോറ് കഴിച്ചതിന് ശേഷം പറഞ്ഞാ പോരെ? അപ്പോഴേക്കും ഗസലിന്റെ ഹരം പോകും. അമ്മാതിരി ഹരമായിട്ടുള്ള പോക്കായിരുന്നേ. സർദാർജി കള്ളു കുടിക്കും. നമ്മക്ക് പിന്നെ കുടിയില്ലല്ലോ, വീടും. ഇങ്ങോട്ട് നോക്കിയേ, കാശ്മീരിൽ നായരങ്ങാടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നമ്മുടെ കുറ്റിപ്പുറത്തുകാരൻ കരീമിക്കാടെ ഒരു ചായപ്പിടിയുണ്ട്, ഹോട്ടൽ ഗതി പോലെ. അവിടെ നിന്ന് നമ്മൾ കോഴി പൊരിച്ചതും പൊറോട്ടയൊക്കെ കഴിച്ച്. ഏതേ അവിടത്തെ കോഴി എന്ന് പറഞ്ഞാൽ ഇവിടത്തെ കോഴിയല്ല, ഒട്ടക പക്ഷിയാണ്. ഒട്ടക പക്ഷി. ഒട്ടക പക്ഷിയോ? ഏയ്, കാശ്മീരിലുള്ള ഒട്ടക പക്ഷി എങ്ങനെ ഇവിടെ വരുന്നത്? നിങ്ങൾ കഥ കേൾക്ക്. പോയോ? ശരിക്കും ഈ കാശ്മീരി ഒട്ടക പക്ഷിയൊക്കെ ഉണ്ടാവും? ചിലപ്പോ ഉണ്ടാകും. അതല്ലേ അവൻ ചൂണ്ടിക്കാണിച്ചത്. മോനെ ആരാ? ഇന്ത്യ പാക് യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടില്ല ജവാൻ മുസ്തഫയല്ലേ? അതൊന്നും ഞാനൊന്നുമല്ല. ആള് മാറി. അത് ഞാൻ തന്നെ. നിങ്ങളാരാ? ഞാൻ പൂക്കോയ തങ്ങളുപ്പാപ്പ, വയസ്സ് 87, വൃദ്ധനാ. കണ്ടാ തോന്നൂല. അശരണനും അനാഥനുമായൊരു വൃദ്ധൻ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ ശരണ? ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് നാളായി. കിടക്കാൻ ഇടം പോലുമില്ല. ഇവിടെ ഒരു അഭയം തേടി വന്നതാ. വരട്ടെ? വരണ്ട. അതെന്താ? ഇവിടെ വേണ്ടപ്പെട്ട ആരുമില്ല. നിങ്ങൾ പോയിട്ട് നാളെ വരും. അങ്ങനെ പറയരുത്. ഇനി ഇവിടുന്ന് ഒരടി പോലും മുന്നോട്ട് വെക്കാൻ എനിക്ക് കഴിയില്ല. ജവാൻ മുസ്തഫ അങ്ങനെ ആരെയും കൈയൊഴിയാത്ത ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്ന് കുളിരി പോരും. എന്നാലും സൂപ്രണ്ടോ മേട്ടറിനോ ഇല്ലാത്ത സ്ഥിതിക്ക് അതുകൊണ്ടെന്താ, ഓര് വന്നാ കാര്യം പറഞ്ഞാ പോരെ? ഇതുപോലെ വന്ന് കേറി വരാൻ അവിടെ ഉള്ളവരൊക്കെ നിങ്ങൾ വരി, മാറ്റം വരുമ്പോ നമ്മള് പറഞ്ഞോളാം. അല്ല സൂപ്പിക്ക, ഒന്നുകൂടി ആലോചിച്ചിട്ട്. ഓർക്ക് പായിച്ചിട്ട് നിക്കാനും നടക്കാനും വയ്യാന്ന് പറഞ്ഞിട്ട് കേട്ടില്ലേ? തങ്ങൾ പാപ്പാ വരി വരി. പതുക്കെ പൊക്കോ. യുദ്ധത്തിൽ പങ്കെടുത്ത ജവാൻ മുസ്തഫയില്ലെന്ന് ആദ്യമായിട്ട് മുഖത്ത് നോക്കി ചോദിച്ച ആളല്ലേ? ആയിക്കോട്ടെ, എന്റെ യുദ്ധകഥകൾ കേൾക്കാൻ ഒരാളും കൂടിയായി. പേരെന്താ? പാത്തിട്ടി. പോരണോ? ആ ചോറ് കഴിച്ചാൻ. ഇന്നത്തെ കാലാണേ. നോക്ക് സൂപ്പിക്കാക്ക, ഈ ചോറ് നമ്മുടെ കണക്കിൽ പെടാത്താണ്. ഇതിന്റെ പേരിൽ എന്തെങ്കിലും പൊക്കടകൾ ഉണ്ടായാലും അത് നിങ്ങളേറ്റോണം. ഭക്ഷണത്തിന് മുമ്പിൽ ഇങ്ങനെ ഒരാളിരിക്കുമ്പോ അങ്ങനെ പറയല്ല അബ്ദുറഹ്മാനെ. ഈ ചോറ് ഞങ്ങളുടെ ഞങ്ങൾ കൊടുത്തല. നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായിച്ച എനിക്ക് ഉപ്പേരി വേണമെന്നില്ല. ഏതാ സാമ്പാർ വെച്ചാൽ മതി. ഒച്ചെടുക്കും മോളെ, ഒച്ചെടുക്കും. അല്ല, നമ്മളിങ്ങനെ നോക്കിക്കണം. നമുക്ക് നോക്കല്ലേ ആദ്യം അതിഥിക്ക്, അതിന് ശേഷം നമുക്ക്. എന്തേ നാളെ മുതൽ ഞാനും അതിഥി തന്നെ. ഉണ്ടാണ്ടിരിക്കടാ. നല്ലോണം നിറച്ച് ബേക്കരുത് തങ്ങളെ പാപ്പ. ബേച്ചോളി. കുറച്ചും കൂടി വിളമ്പട്ടെ തങ്ങൾ പാപ്പ. കുറച്ചെന്നെ മതിട്ടോ. ഒരിത്തിരി കുഞ്ഞിക്കൈ. അതർമാനെ, ഒരു കുഞ്ഞു കയ്യിലും പാടെ. നിങ്ങൾക്കൊന്നും വിരാതല്ലാച്ച ഒരു കുഞ്ഞു കയ്യിലും പാടെ. എനിക്ക് വിഷമം തുടങ്ങിയിരിക്കണം.
മിക്കവാറും ഞമ്മളൊന്ന് പട്ടിണിയാവും. ഒന്നും മിണ്ടാതിരിക്കണ്ട അവറാനെ. സൂപ്പിക്ക് ഒരു അതിഥി വന്നിക്കണെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഒരാളായിരിക്കും. ചോറിന്റെ കാര്യത്തിലൊരു ആൾക്കൂട്ടം തന്നെയാണല്ലോ. ഒന്നും മിണ്ടാതിരിക്കേ. നല്ലോണം നിറച്ച് വെച്ചോളി. ഇനി എങ്ങോട്ട് നടക്കാനാന്ന്? ഇജ്ജി ഒന്നും മിണ്ടാണ്ടിരിടോ. നിങ്ങൾ മാറി തിന്നോളി തങ്ങളെ പാപ്പ. കുട്ടിയേക്ക് ആർക്കും നിങ്ങൾ ചെവിട് കൊടുക്കണ്ട. ഒരു ചെറുപഴം പാടെ കിട്ടുവോ? ഇനി തങ്ങളെ പാപ്പ പോയി കയ്യേക്കോളി. മോളൊട്ടിയെ തങ്ങളെ പാപ്പനെ കൊണ്ട് കയ്യേക്കണ സ്ഥലം കാണിച്ചു. മെല്ലെ മെല്ലെ മെല്ലെ. പതുക്കെ. തങ്ങളുപ്പാപ്പ, എന്താ മോളെ? തങ്ങളുപ്പാപ്പാന്റെ മുടി. എഴുന്നേക്കടാ കള്ള ഹിമാറേ. യുദ്ധത്തിൽ പങ്കെടുത്ത ജവാബ് മുസ്തഫയിൽ നിന്ന് ചോദിച്ചപ്പോഴേ എനിക്ക് തോന്നിയതാ ഈ വന്നോണ പറയണ കള്ളനാണെന്ന്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അന്റെ സൗണ്ട് മര്യാദക്ക് പറഞ്ഞില്ലേ അടിക്കുന്നില്ല ഞാൻ. ഒരു വടി. വിശന്നപ്പോ ഒരു വേഷം കെട്ടിയതാ. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാൻ, ഈ നാട്ടില് വയസ്സന്മാർക്ക് മാത്രമുള്ള ശരണാലയം? അശരണരായ എന്നെ പോലത്തെ ചെറുപ്പക്കാർക്കും ഇതിന്റെ ഒരു ബ്രാഞ്ച് തുടങ്ങിക്കൂടെ? എന്നാലും ഇജ്ജി ഞങ്ങളെങ്ങനെ പറ്റിക്കണ്ടായിരുന്നു. പണിയെടുത്ത് കയ്യാനുള്ള തടിയും മണ്ണും ഉണ്ടല്ലോ എനക്ക്. ഞാൻ പഠിക്കുന്ന പോല. ഞാനേ ഒരു കലാകാരനാ. 4ാം ക്ലാസ്സിലെ പ്രശ്ന വേഷത്തിനും മോണാക്ടിനും എനിക്കായിരുന്നു ഫസ്റ്റ്. പിന്നെ ഇങ്ങനെ ഫസ്റ്റ് ഇട്ട് ഞാൻ ഇങ്ങനെ പഠിക്കുവാ. അധികം സംസാരിച്ചാലേ ഞങ്ങൾക്ക് പണി ഉണ്ടാവും. ഇറങ്ങി പോടാ. പോലീസ് ഇമ്മീഡിയറ്റ്ലി. പോലീസിനെ വിളിക്കണ്ട, പട്ടാളമല്ലേ ഇവിടെ നിൽക്കുന്നത്. ഞാൻ കൈകാര്യം ചെയ്യാം. വേണ്ട, വിശപ്പ് മാറ്റാൻ ഒരു വേഷം കെട്ടിയതല്ലേ. പോട്ടെ. എന്താ മോനെ എന്റെ പേര്? തങ്ങളുപ്പാപ്പ 87 വയസ്സ് വൃദ്ധനാ. അവരാണിക്ക് നടങ്ങ്. വിനീഷ് കുളപ്പള്ളി. കേട്ടോ, കൊലപ്പുള്ളിയാണ്. ഇവനൊരു ധാരണ കൂടിയാണ് കൊടുത്താലോ. കുളപ്പള്ളി എന്നല്ല എന്റെ സ്ഥലപ്പേരാണ്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ തല്ലി പഠിച്ചാൻ പറ്റുള്ളൂ. പിന്നെ എന്തിനാ നീ പോയിക്കോ. ഞങ്ങളൊക്കെ പാവങ്ങളായതുകൊണ്ടാ എനിക്ക് പെട്ടെന്ന് പറ്റിക്കാൻ കഴിഞ്ഞത്. ഏറ്റവും ഒടുവിൽ വാർദ്ധക്യവും അനാഥത്വവും എത്രമാത്രം വേദനയാണെന്ന് എനക്കറിയൂല. അതുകൊണ്ടാ ഇങ്ങനത്തെ ഒരു വേഷം കെട്ടാ നീ ധൈര്യം കാണിച്ചത്. പോയിക്കോ, പോയി നല്ല മര്യാദക്കാരനായി ജീവിക്കാൻ നോക്ക്. ജാവോ ജാവോ ജാവോ. ഞാൻ ചിലപ്പോ ഇനിയും വരും. എനിക്ക് വയസ്സാകുമ്പോ എന്റെ ബന്ധങ്ങൾ എന്നെ അനാഥനാക്കുമ്പോ. ഓൻ ഇവിടെ വരാൻ ഇടവരാതിരിക്കട്ടെ. റബ്ബുൽ-ആലമീനായ തമ്പുരാനെ ഈ കുട്ടികൾക്കൊക്കെ നല്ലൊരു ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ സിംഗുവിനെ അവർ പിടിച്ചുകൊണ്ട് പോയില്ലേ? പാവം സിംഗു. തന്റെ കൂട്ടുകാർ ആരൊക്കെയാ? സിംഗു, ചോട്ടു, ഡൂഡു. ഞങ്ങൾ വലിയ ചങ്ങാതിമാരും പാട്ടുകാരുമാണ്. ഞാൻ പഠിക്കാനും പോകുന്നുണ്ട്, ഇവരുടെ കൂടെ പണികളൊക്കെ ചെയ്യാറുമുണ്ട്. ഞാൻ ഇതൊരു ശീലമാക്കിയെടുക്കുക. എനിക്ക് മടിയൊന്നുമില്ല കേട്ടോ. ശരിയാ, ഇപ്പോഴത്തെ കുട്ടികൾ കുഞ്ചുവിനെ കണ്ട് പഠിക്കണം. ഇവൻ വളരെ നല്ല കുട്ടിയാട്ടുട്ടു. എല്ലാ കാര്യങ്ങൾക്കും മിടുക്കനാ. അതെ അതെ, പഠിക്കാനും പാടാനും പണികൾ ചെയ്യാനും ഒക്കെ മിടുക്കനാ.
സൂപ്പിയെയും കൂട്ടുകാരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇവർ നമ്മുടെ നാടിന്റെ അഭിമാനമാണ്. ഞാൻ പാടും പാട്ടെല്ലാം ഹൃദയത്തിൻ സമ്മാനം നിങ്ങൾക്കായി ഞാൻ എന്നും നൽകാം. ഈ ഗാനം പാടുമ്പോൾ ഈ താളം ആടുമ്പോൾ നാമൊന്നായി സ്നേഹത്തിൻ പൂന്തോപ്പിൽ. ഈ കാറ്റിൻ സംഗീതം ഈ കൂട്ടം ആനന്ദം ഈ രാഗം ഈ താളം ഇരിയാളം ഒന്നായി. ഇതൻ സ്നേഹം ഇതൻ ഹൃദയം. എന്തെങ്കിലും രണ്ടിലൊന്നും ആക്കണത് കുറേ ദിവസമായി. ഓ പടച്ചോനെ, ഇന്ന് ആരും കാണാനില്ലല്ലോ. സൂപ്പിത്തന്ത പാട്ടിന്റെ ഉള്ളിലായതുകൊണ്ട് മൂപ്പര് വരാൻ വയ്യില്ല. ആ ചിടുങ്ങ് പെണ്ണ് നേരത്തെ കടന്നുറങ്ങിനാ തോന്നണത്. എല്ലാരും മൂത്രപ്പേരെ പാത്രം നിയമം. പക്ഷെങ്കില് മുറ്റത്ത് പാത്തണേന്റെ ഒരരം അതൊന്നും വേറെ തന്നെ. സൂക്കറിലുണ്ടാവും ഇടക്കിടക്ക് ഇങ്ങനെ പാത്താൻ മുട്ടേ. സൂക്കറി മാനസന്മാർക്ക് മയ്യത്താകാനുള്ള ഒരു സൂക്കറ്. അല്ലണത് കള്ളനാ കള്ളൻ പേടിക്കണവനാ. ഇതവിടെ കൊണ്ടുപോണ്ട. വന്ന് വന്ന് ഒപ്പടം വരെ എന്തിന് പോലീസ്? പട്ടാളം ഇവിടെ ഉള്ളപ്പോൾ എന്തിന് പോലീസ്? ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ഉണ്ട്. എന്താക്കും? ഞാൻ മേട്ടനോട് പറഞ്ഞു കൊടുക്കും. മോശമല്ലേടാ ഇരിക്കണൊക്കെ. ഇപ്പൊ എന്നും പറയണ തന്നെയല്ലേ. നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. കക്ക എന്നുള്ളത് എന്റെ പണിയാ, അത് പിടിക്കുക എന്നുള്ളത് നിങ്ങളെ പണി. നിങ്ങളൊക്കെ ഒന്ന് ഉസാറായിട്ടിരിക്കാനല്ലേ ഞാൻ ഈ പണിയെടുക്കണേ. പിന്നെ ഞാൻ ഉസാറാക്കി ഇത് നന്നായിട്ടുണ്ട്. ഇങ്ങനെ പോലത്തെ കുറെ ആൾക്കാരാണ് ഇവരെ പോലത്തെ കള്ളന്മാർക്ക് വളം വെച്ചു കൊടുക്കുന്നത്. ഇന്നാണ് നിങ്ങൾ ഒരു തങ്ങളുപ്പാരം തക്കരിച്ചത് എന്തായി? ഒക്കത്തിന്റെ പിന്നില് വിശപ്പല്ലേ മുസ്തഫ കാരണം. ഇന്ന് ഒരു ഉസ്തക്ക് ഇത് അബ്ദുറഹ്മാൻ കൊണ്ടേക്കോട്ടെ. അസലായി ഈ കൊല നമ്മൾ വിടൂല. ഓന്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കാനല്ലേ. കാണാണ്ട് കൊണ്ടുപോകുന്നല്ലേ കക്കണത്. ഇത് അറിഞ്ഞുകൊണ്ട് കൊടുക്കണതല്ലേ. അബ്ദുറഹ്മാനെ ഇത് കൊണ്ടുപോയിക്കോ. മുസ്തഫ ആ ചാക്ക് പിടിച്ചോ, തലയിലേക്ക് വെച്ചോ. വേണ്ട, നമ്മള് പിടിച്ചു കൊടുക്കാം. വേണ്ട സൂപ്പിക്ക, കക്കണേനെ കുറിച്ചിട്ട് ഞാൻ ഇന്ന് വരെ ചിന്തിച്ചിട്ടുള്ളൂ. ഇത് കൊണ്ടുപോയിട്ട് എന്റെ മക്കൾക്ക് വേണ്ട സൂപ്പിക്ക. ഓരോരുത്തരും കഴിക്കണ അന്നത്തില് അള്ളാഹു അവന്റെ നാമം കുറിച്ചിട്ടുണ്ടെന്നല്ലേ ഖുർആനില് പറയണത്. ഇത് പടച്ചോന് ഇവിടുത്തെ പാവങ്ങളുടെ നാമം കുറിച്ച അന്ന ഇതിന്റെ മക്കൾക്ക് വേണ്ട. എന്നത്തെയും പോലെ ഞാനിത് കൊണ്ടുപോയി വച്ചോളാം. നിക്ക്, ആ ചാക്ക് ഞാൻ എടുത്തോളാം. കൊണ്ടേ വെക്ക്. എടുത്ത സാധനം എടുത്തെടുത്ത് തന്നെ വെക്ക്. ഇങ്ങോട്ടോ. പട്ടാളത്തിലെ പേടിയുണ്ട്. എന്താ പറയുക, ഓൻ ഇതിന്റെ വല്ല കാര്യം ഉണ്ടാ സൂപ്പിക്ക. അതങ്ങനെ മുസ്തഫ, ഓരോരുത്തർക്കും അവനാന്റെ ഉള്ളിലെ അവനാനെ മനസ്സിലാക്കാൻ കാലങ്ങളേറെ കഴിയും. അതെ അതെ അതെ. ഇത് വല്ലാത്തൊരു മുഞ്ചുള്ള രാത്രിയാണ് അല്ല മുസ്തഫ? അതെ അതെ അതെ. കോടാനുകോടി ജീവജാലങ്ങൾ, അവയ്ക്കിടയിലെ കള്ളനും വ്യഭിചാരികളും ഒക്കെ കഴിയണത് ഈ ഒരേ ആകാശത്തിന്റെ കീഴിലാണ്. എവിടെയോ എൻ്റെ മക്കൾ ഈ ആകാശത്തിന് താഴെ അവരിപ്പോ ഉറങ്ങിയിട്ടുണ്ടാവില്ല മുസ്തഫ. അങ്ങനെ ചോദിച്ച ഞാൻ എന്ത് അങ്ങനെ ചോദിച്ചാ എന്താ പറയാലേ? മുസ്തഫാക്ക് ഞാൻ കൂട്ടിരിക്കണോ? എന്റെ വീടിലേക്ക് പോയി. ഞാനിപ്പോ ധൈര്യശാലിയാണ്. സൂപ്പിക്കാ പോയി സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളൂ. അത് ശരിയാ, ഉറങ്ങേണ്ട സമയം ഇപ്പൊ തന്നെ കഴിഞ്ഞു. ഞാൻ പോട്ടെ. ഗുഡ് നൈറ്റ്. അല്ലോ, പേടിയില്ലെന്നൊരു ധൈര്യത്തിന് പറഞ്ഞും പോയി. മൂപ്പരെ കൂടെ നിർത്താമായിരുന്നു. ഓ ഈ പട്ടികള്.
എന്ത് ചെയ്യാം? ഓ ഈ പട്ടിയുടെ കാര്യം. ഈ മുടിഞ്ഞ പട്ടി ഇവിടെ തന്നെ കിടന്ന് കിടക്കണ പോട്ടി പണ്ടാരോടങ്ങ് പേടിപ്പിക്കാൻ വേണ്ടി കുറെ വാദൂരികൾ. ഉറങ്ങുമ്പോ പേടി മാറുമായിരിക്കും. തൽക്കാലം ഉറങ്ങിയേക്കാം. ഈ കസേര ഇരുന്ന് അപ്പം ഉറക്കം വരും. വെറുതെ ഇരുന്നിട്ടെന്ന് ഞാൻ ഉറങ്ങാം. എനിക്ക് നോക്കിയെന്നോ? നോക്കി എണീക്കാൻ നമ്മുടെ സൂപ്പിക്ക അതെ, ഇന്ന് വെളുപ്പിന് തന്നെ മേഡം എത്രയും പെട്ടെന്ന് വരണം. ശരി. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما മൂപ്പര് കഴിച്ചായില്ലേ? മോമാക്ക ഒരാള് കുറഞ്ഞ് ഞാൻ ഒരാൾക്ക് വേണ്ടി വെച്ചുണ്ടാക്കാൻ ഞാൻ ബുദ്ധിമുട്ടുണ്ട. ഉറങ്ങാൻ പോണെന്ന് പറഞ്ഞപ്പോ അതിനുമാതിരി ഉറക്കത്തിലേക്കാണെന്ന് ഞാൻ കരുതിയില്ല. അമ്മതിക്ക വലിപ്പ സൂപ്പിയപ്പൂപ്പ മരിച്ചൂലേ? ഒരു പോയി ഒരു സമയാവുമ്പോ എല്ലാ വയസ്സന്മാരും വയ്യത്താവും. അത് പടച്ചോൻ്റെ ഒരു കളിയാ. ഞങ്ങളൊക്കെ മരിച്ചാലേ മോളുട്ടിക്കും വളർന്നു വരുന്ന ഓരോ കുരുന്നുകൾക്കും ഈ ദുനിയാവിൽ ജീവിക്കാൻ സ്ഥലം ഉണ്ടാവും. ഇത് പടച്ചോൻ്റെ ഒരു കളിയാ. ഞാൻ രാവിലെ വരും വിചാരിച്ച് ഇറങ്ങി. ആരാത്? വല്യപ്പാന്റെ പേരക്കുട്ടിയല്ലേ? ഇതാണോ ഉപ്പാന്റെ വീട്? എന്നിട്ട് ഇവിടെ വല്യപ്പയും വല്യമ്മയും വാ പറയാം.
അൻവറുട്ടിയെ 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 ഒക്കെ പൊടി പിടിച്ച് നാശായിട്ടുണ്ടാവുന്ന കരുതിയത്. അവക്കൊക്കെ എന്നും അടിച്ചും തുടച്ചു വിട്ടോണ്ട് എല്ലാം പഴയതുപോലെ തന്നെ ഉണ്ട്. ഒന്നും നാശായി പോയിട്ടില്ല. പഴയതെല്ലാം ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ മുനീറ? ഇല്ലാത്ത വിലപ്പെട്ട ചിലതില്ലേ? ഇങ്ങളിപ്പോഴും അതിന്റെ മോൾ തന്നെയാണല്ലേ? അതിനു മാത്രം തെറ്റൊന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് തിരുത്താനും നമ്മൾ തയ്യാറായില്ലേ? ഒരു തെറ്റ് തിരുത്താനുള്ള കാലയളവ് 10 കൊല്ലം. നിന്നെയും കൊണ്ട് ഗൾഫിലേക്ക് പറക്കും മുമ്പേ ഒന്ന് അന്വേഷിച്ച് ചെന്ന് കാണാനുള്ള മനസ്സ് പോലും ഞാൻ കാണിച്ചില്ല. ചെല്ലേണ്ട താമസേ ഉണ്ടായിരുന്നുള്ളൂ. ഓരിങ്ങളെ കൂടെ പോരും. എനിക്ക് തോന്നണില്ല ആ ഉപ്പയമ്മ ഇപ്പോഴും നിങ്ങൾ വിളിച്ചാ വരൂന്ന്. പിന്നാലെ പാഞ്ഞു ബുഗണ്ട പായണ്ട സൂക്ഷിച്ച് ഇഞ്ഞ പിന്നെ കളിക്കാതെ. മാമൻ പോയിക്കോ, ഞാൻ വീയൂല. ഈ കുട്ടീന്റെ കാര്യം എന്നാല് ഞാൻ അവോക്കർ മാമാന്റെ കൂടെ എല്ലായിടത്തും ഓടി നടന്നേ. അവോക്കർ മാമ പറഞ്ഞേ ഇത് ഉപ്പ വെല്ലിപ്പാക്ക് വാങ്ങിക്കൊടുത്ത പന്താണെന്ന്. പന്ത് കളിക്കാൻ വെല്ലിപ്പന്താ ഷാനിമോളെ പോലെ ചെറിയ കുട്ടിയാ? ചില നേരത്തെ വെല്ലിപ്പ ഷാനിമോളെക്കാളും ചെറിയ കുട്ടിയായിരുന്നു. ഇതൊക്കെ എനിക്ക് പുല്ലാ പോകെ. എന്റെ മാന എങ്ങനെ കൈയോണ്ട് തൊടാതെ നിലം തൊടാതെ ഞെടുത്തു. എപ്പോഴാ നമ്മള് വെല്ലിപ്പാന്റെ വെല്ലിമാന്റെ അടുത്തൊക്കെ പോവാ? പോകാം, അടുത്ത് തന്നെ. പറ്റിക്കൂലല്ലോ? ഇല്ല, ഉറപ്പ്. ഇന്നാ ഞാൻ അവോക്കർ മാമാന്റെ അടുത്തൊക്കെ പോട്ടെ. എന്ത് ധൈര്യത്തിൽ അവൾക്ക് ഉറപ്പ് കൊടുത്തത്? ഇങ്ങളേല് വന്ന അബദ്ധ. ആദ്യം അവള് വല്യപ്പാനെയും വല്യമ്മനെയും ചോദിക്കുമ്പോ മയ്യത്തായി അങ്ങോട്ട് പറഞ്ഞാ മതി. മുനീറ, അന്റെ മനസ്സിലിപ്പോഴും ഓലോടുള്ള വെറുപ്പാണല്ലേ? ഒരു വെറുപ്പില്ല എന്റെ പുന്നാരെ. മോളെ മുന്നിൽ നിങ്ങൾ വിഷമിക്കുന്ന കണ്ടപ്പോ പറഞ്ഞു പോയതാ. ഷാനിമോള് വാശി പിടിക്കുക, വല്ലിപ്പാനെയും വല്യമ്മാനെയും കാണണമെന്ന് പറഞ്ഞു. അവളുടെ ഒരു വാശിപ്പുറത്താ ഞങ്ങളിങ്ങോട്ട് വന്നത് തന്നെ. ഞാൻ പോയി വിളിച്ച ഉപ്പയും ഉമ്മയും വരൂ. അപ്പൊ മോൾക്ക് വേണ്ടിട്ടാണ്, അല്ലാണ്ട് അൻവറിന് കാണാൻ ബോധ്യണ്ടായിട്ടൊന്നുമല്ല അല്ലേ? അങ്ങനെ ബോധ്യപ്പെടാൻ എനിക്ക് അവകാശമില്ലല്ലോ. അവകാശം ഉണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്നാലും എന്റെ മോൾക്ക് വേണ്ടി വിളിച്ചാൽ ഒരു പക്ഷേ എനിക്ക് പ്രതീക്ഷയില്ല. കാരണം അത്ര പെട്ടെന്ന് മറക്കാനും മുറുക്കാനും പറ്റിയ കാര്യമൊന്നുമല്ലല്ലോ അവരോട് ചെയ്തു വെച്ചിരിക്കണത്.